മൂന്നാറിൽ നിന്ന് വട്ടവടയൊക്കെ പോകത്തില്ലേ? ഓ, ഒരു ഹൈലക്സ് പോയി റോണിച്ചേട്ടൻ. വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നല്ലതായിരിക്കും. ഇത് അവിടെ ഗായ്സ്, അങ്ങനെ നമ്മൾ പൂണ്ടി എത്തി ഗായ്സ്. ഈ റൈറ്റ് പോയി കഴിഞ്ഞാൽ ഒരു ഗ്രാമമാണ്. ഈ വഴികളൊക്കെ സൂപ്പറാണ്. നമുക്ക് കയറി നോക്കാം എന്ന് വിചാരിച്ചു. ഓ, പല്ലൊക്കെ കൂട്ടിയിടിക്കാൻ തുടങ്ങി. അവരവരുടെ വൈബ് ആസ്വദിക്കുന്നു. തീർത്ഥം പറന്നു പോകുന്നു. ഓ, അംബാസഡറിൻ്റെ അവസ്ഥ നോക്കിയ ഗൈസ്. ബൈ ബൈ കൊടൈക്കനാൽ. ഗൈസ്, എനിക്ക് റൂട്ട് പോകുമ്പോൾ തോന്നുന്നത് നമ്മുടെ മൂന്നാറിൽ നിന്ന് വട്ടവടയൊക്കെ പോകത്തില്ലേ, ആ റൂട്ട് ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. ഒരു വാട്ടർഫോളുള്ള സ്ഥലമാണ്. ദൈവം, കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഓ, ഒരു ഹൈലക്സ് പോയി. ഹൈലക്സ് പോയപ്പോൾ ഞാൻ എൻ്റെ മുതലാളീനെ ഓർക്കുന്നു, റോണിച്ചേട്ടൻ. സർവീസ് തണുപ്പ് കയറി വരുന്നുണ്ട്, കൊള്ളാം. ബസ് സർവീസ് ഉണ്ട്, അപ്പോൾ നമുക്ക് ബസ്സിൽ വരുന്നവർക്കൊക്കെ ഇവിടെ വരാട്ടോ. അങ്ങോട്ട് ചെല്ലും തോറും തണുപ്പ് കൂടി കൂടി വരികയാണ്. കൊള്ളാം. അവിടെയുള്ള പിള്ളേർ എന്നെ തുറച്ചു നോക്കുകയാണ്. ഏതാ പളനി ടെമ്പിൾ മജസ്റ്റിക് വ്യൂ പോയിന്റ്. ഓ, ഇവിടെ എന്തായാലും ഒന്ന് ഇറങ്ങിക്കാണണം ഗൈസ്. ഇതാണ് പളനി ടെമ്പിൾ വ്യൂ പോയിന്റ്. പക്ഷേ ടെമ്പിളൊന്നും കാണാൻ പറ്റില്ല. എന്തീ കാണിക്കണേ? ഒരുത്തൻ പാർക്ക് ചെയ്യുന്നു, ഒരുത്തൻ എടുത്തു പോകുന്നു. അടുത്തൊരു ലേക്കൊക്കെ കണ്ടായിരുന്നു. കോടയായതുകൊണ്ട് ശരിക്കും വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു കഫറ്റീരിയ ഒക്കെ ഉണ്ട്, വെജിറ്റേറിയൻ. എന്താ കൊള്ളാം, ഫുള്ളി ഗ്ലാസ്ഡ്. വരുന്ന വഴിക്കുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്, ഇവിടുത്തെ വില്ലേജ്. വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നല്ലതായിരിക്കും. ഫുഡിനൊരു ക്ഷാമമില്ല. ഇവിടെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളുണ്ട്. നോൺ വെജും വെജും ഇതാ ഉണ്ട്. തിരിച്ചു വരുമ്പോൾ കഴിക്കാം, അതായിരിക്കും നല്ലത്. കൊള്ളാട്ടോ ഈ വ്യൂ. ഇത് അവിടെ ആ അറ്റത്ത് നിങ്ങൾക്ക് കാണാനുണ്ടോ? എന്തായാലും കൊള്ളാം, കിടിലൻ വ്യൂ ഗായ്സ്. അങ്ങനെ നമ്മൾ പൂണ്ടി എത്തി ഗായ്സ്. ചെറിയൊരു എന്താ പറയുക, ഒരു ഗ്രാമപ്രദേശം, അതിൻ്റെ ഒരു വ്യൂ. ഇങ്ങനെയുള്ള വ്യൂ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. പിന്നെ ആ വന്ന റൂട്ട്, അതിൻ്റെ സൈഡിലുള്ള വ്യൂസൊക്കെ അടിപൊളിയായിരുന്നു. ഇനിയത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് കൊടൈക്കനാൽ. 43 കിലോമീറ്റർ ഉണ്ട് കൊടൈക്കനാൽ. ഇവിടെ ഇതുപോലെ തന്നെ കുറേ ഗ്രാമങ്ങളുണ്ട്. ഈ റൈറ്റ് പോയി കഴിഞ്ഞാൽ ഒരു ഗ്രാമമാണ്. അതുപോലെ നമ്മളിപ്പോൾ ഈ തിരിച്ചു വരുന്നത് ബാക്കിലൊരു പോളൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാമമുണ്ട്. അതുമെല്ലാം ഇതേ സ്ട്രക്ചർ തന്നെ. കൃഷിത്തോട്ടങ്ങൾ, പിന്നെ വീടുകൾ, അങ്ങനെ. സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചില്ല, അത് ഡോമാണ്. ഡോമും അതുപോലെ തന്നെ എ ടൈപ്പ് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. സ്റ്റേ ഒക്കെ അടിക്കുകയാണെങ്കിൽ നൈറ്റ് നല്ല തണുപ്പും, അതുപോലെ ഈവനിങ് ഒക്കെ ആകുമ്പോൾ കോടയും, അതിനുള്ളൊരു വൈബിനുള്ള സ്ഥലമുണ്ട്. കപ്പിൾസായിട്ടും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഇതുപോലെ എന്നെപ്പോലെ സോളോ ആയിട്ട് വരുന്നവർക്കും പറ്റും. അപ്പോൾ കുറച്ച് വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല, ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ബാക്കി ആ പോകുന്ന വിഷ്വൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. പോയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും ഇവിടെയൊക്കെ കാണാനുണ്ടായിരുന്നോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഞാനതുപോലെ എപ്പോഴും പറയുന്നത്, നമ്മുടെ കൊടൈക്കനാലുള്ള വ്യൂ പോയിൻറ്റുകൾ പോലെയല്ല ഈ പൂണ്ടി എന്ന് പറയുന്ന സ്ഥലവും അതുപോലെ
കൂക്കലായാലും അവിടെയൊക്കെ ഒരു ലേക്ക് വ്യൂ ഉണ്ട് അത്ര തന്നെ. പിന്നെ ഈ ഒരു വില്ലേജ് വ്യൂ അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഉള്ളത് വേറൊരു ടൈപ്പ് ഓഫ് വ്യൂ ആണ്. ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ഈ ഒരു സംഭവമൊക്കെ. കണ്ടില്ലേ, ഇതുപോലുള്ള തട്ട് തട്ടായിട്ട് തിരിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് കൂടുതലും. ഇവിടെ റിസോർട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സ്റ്റേയും കാര്യങ്ങൾക്കൊന്നും ഒരു പഞ്ഞുണ്ടാവില്ല. ഇതാണ് ഇവരുടെ കൃഷിത്തോട്ടങ്ങളാണ് ഈ കാണുന്നത്. റൈറ്റിലും അതുപോലെ തന്നെ ലെഫ്റ്റിലൊക്കെ കാണുന്നത്. അതുപോലെ ഞാൻ തിരിച്ചു പോകുന്നത് പൊള്ളാച്ചി വഴിയാണ്. പളനി അതുപോലെ പൊള്ളാച്ചി കൂടി ഞാൻ തൃശ്ശൂർക്കാണ് പോകുന്നത്. തൃശ്ശൂർ വീട്ടിലേക്ക് പോയിട്ട് നാളെ രാവിലെ അവിടെ നിന്ന് തിരിച്ച് എറണാകുളം, ബാക്ക് ടു വർക്ക്. ഇവിടെ ഒരു സ്കൂളുണ്ട്. ഇതാ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇവിടുത്തെ സ്കൂളാണ്. ഈ വഴികളൊക്കെ സൂപ്പറാണ്, നല്ല കിടിലൻ വഴിയാണ്. ഇടിയാനൊക്കെ നല്ല സുഖമാണ്. കേരള രജിസ്ട്രേഷൻ, തൃശ്ശൂർ രജിസ്ട്രേഷനുള്ള ഇപ്പോൾ ഒരു വണ്ടി പോയത് ട്രിപ്പിൾസ് വെച്ചിട്ട്. ഇവിടെ ട്രിപ്പിൾസോ, അത് കേരളത്തിൽ നിന്ന് വന്നിട്ട് കൊള്ളാം. വരുന്ന വഴിക്ക് ഇങ്ങനൊരു സംഭവമാണ്. നമുക്ക് കയറി നോക്കാം എന്ന് വിചാരിച്ച് ഉണ്ട്. എന്താണ് വ്യൂ എന്നൊന്ന് കാണാമല്ലോ. ഇതാണ് വ്യൂ. ചെറിയ വ്യൂ. ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ കഴിക്കാം. കണ്ടപ്പോൾ ജസ്റ്റ് കയറി എന്നുള്ളൂ. ഒരു ബൈക്കും കൂടി വേണമെങ്കിൽ വരായിരുന്നു അല്ലേ, ഓപ്പോസിറ്റ്. അവനൊക്കെ വരണത് അല്ലേ. ഇവിടെ ഒരു സ്പോട്ടാണ്, മറ്റേ എന്ത് സ്പോട്ടാണ്, ഷീപ്പ് ഫാം. അതിലൊന്നും കയറുന്നില്ല, നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടെ ഒരു ലേക്കിൻ്റെ ബോർഡുണ്ട്. നമ്മൾ കടന്നു വന്നതാണ്, പാസ് ചെയ്ത് പോകുന്നത്. വേറെ വഴികളൊന്നുമില്ല തിരിച്ചു പോകാൻ. ഈ വന്ന വഴി തന്നെയുള്ളൂ. കൊടൈക്കനാലിലേക്ക് പൂണ്ടി വരികയാണെങ്കിൽ തിരിച്ചു പോകാനായിട്ട് ഈ സെയിം വഴി തന്നെ നമ്മൾ തിരിച്ച് റൺ ചെയ്യണം. കിടിലം വളർന്നു. പല്ലൊക്കെ കൂട്ടിയിടിക്കാൻ തുടങ്ങി. അവരവരുടെ വൈബ് ആസ്വദിക്കുന്നു. ദൈവത്തം പറന്നു പോകുന്നു. കൈയൊക്കെ കുറച്ച് തുടങ്ങി. ഗ്ലൗ ഇട്ടിട്ട് പോലും ഭയങ്കര തണുപ്പ്. അവിടെയൊക്കെ കോടയുണ്ട്. നൈസ്. അതുപോലെ ഇവിടെ നൈറ്റൊന്നും വണ്ടി ഓടിക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം കോട കാരണം ഒന്നും കാണില്ല. രാത്രി കൂടെ ഡ്രൈവിങ് കടത്തി വിടുമോന്നറിയില്ല. അതിന് കടത്തി വിടാനായിട്ട് ചെക്ക് പോസ്റ്റ് ഒന്നും കണ്ടില്ല എവിടെയും. കടത്തി വിടാതിരിക്കുക അങ്ങനത്തെ സംഭവമൊന്നും എവിടെയും കണ്ടില്ല. അതുകൊണ്ട് തന്നെ രാത്രിയിലുള്ള സഞ്ചാരം ഈ വഴി കുറച്ച് കഠിനമായിരിക്കും. പച്ച KSRTC. ഇവനെ കയറുക എന്ന് പറയുന്നത് കുറച്ച് കഠിനമാണ്. ഒരു വീത്രിക്കാരൻ, അവനിപ്പോൾ കയറുമോ? സൈഡ് തരാത്താണെന്ന് എനിക്ക് തോന്നണേ, മനഃപൂർവ്വം. തന്നു, അവിടെ ഒതുക്കിയതവർ, അതുകൊണ്ട് കിട്ടി. അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും സൈഡ് കിട്ടില്ല. ഗൈസ്, ഇപ്പോൾ ഹാൻഡിൽ കുറച്ച് കണ്ടായിരുന്നോ? അത് വേറെ ഒന്നല്ല, ബാക്കിൽ ലഗേജ് ഏറ്റവും ബാക്കിലാണ് കിട്ടിയിരിക്കുന്നത്. ബാക്കിൽ ആ ലോഡ് വന്നതുകൊണ്ടാണ്. ബാക്കിൽ അത്രയും ലോഡ് വന്നതുകൊണ്ട് നടുക്ക് ഫ്രീ ആയിട്ട് കിടക്കല്ലേ, അതുകൊണ്ടാണ് ഈ ഹാൻഡിൽ വറക്കുന്നത്. ഫ്രണ്ടിൽ ലോഡ് വരുന്നില്ല.
തുടക്കം തൊട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. കണ്ട ഇറങ്ങണ കണ്ട. ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്. നമ്മൾ തിരിഞ്ഞു പോയില്ലേ, ആ ഒരു വഴിയിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റാണ് ഗുണ കേവും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇവിടുന്ന് അങ്ങനെ പോകാൻ പറ്റില്ല, വൺ വേ ആണ്. അപ്പോൾ നമ്മൾ എനിക്കിനി ലെഫ്റ്റ് പോകണം. അതാണ് നമ്മുടെ കൊടൈക്കനാലിലേക്ക് ഉള്ള വഴി. ഒരു സോളോ ട്രിപ്പ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ എനിക്ക് പറ്റി. ഞാനിപ്പോൾ വീട്ടിലേക്കാണ് ഇട്ടിരിക്കുന്നത്. തൃശ്ശൂർ 5 മണിക്കൂർ 12 മിനിറ്റ് 216 കിലോമീറ്റർ. ഒരു 9:30 എത്തുന്ന കാണിക്കണം. അത് ചിലപ്പോൾ ഒരു 10:30 ആവും. കാരണം ഇടയ്ക്ക് 2-3 സ്ഥലത്ത് നിർത്തി ഞാൻ പോരുള്ളൂ. അംബാസഡറിൻ്റെ അവസ്ഥ നോക്കിയ ഗൈസ്, ഓടുന്നുണ്ടല്ലോ, അതന്നെ ഭാഗ്യം. നമ്മൾ ലേക്കിൻ്റെ അവിടെ എത്തി, കൊടൈക്കനാൽ ലേക്ക് വ്യൂ. അങ്ങനെ കൊടൈക്കനാലിനോട് നമ്മൾ വിട പറയുകയാണ്. ബൈ ബൈ കൊടൈക്കനാൽ. ഗൈസ്, ഈ വഴി വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഈ കാണുന്ന വീടില്ലേ, ഇത് ഈ സംഭവം ഞാൻ കണ്ടുപരിചയമുണ്ട്. സംഭവം എത്ര ഉള്ളൂ, 2019 18-19 ആ സമയത്ത് ഇവിടെ വന്നപ്പോൾ നമുക്ക് ലെഫ്റ്റ് തന്നെ പോകണ്ടേ. ഈ ഭാഗത്ത് എവിടെയാണ് റൂം എടുത്തത്. അന്നേരം ആ വീട് എനിക്ക് ഓർമ്മയുള്ള കാരണം ആ വീടിൻ്റെ ആ ഒരു വളവിൽ ഞങ്ങൾ നടന്നൊക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നത് ഇപ്പോഴും ഓർമ്മ. ഈ ഭാഗത്ത് എവിടെയാണ് ഞങ്ങൾ റൂം എടുത്തത്. ഇത് വീടുകളുടെ ഇടയിൽ കൂടെ ഒക്കെ ഉള്ളൊരു വഴിയാണ്. കാറും കൊണ്ടൊന്നും പോസിബിളല്ല, കാരണം നല്ല കയറ്റമുണ്ട്, നല്ല വലിയ കയറ്റമാണ്. കയറിയൊക്കെ വരികയാണെങ്കിൽ അള്ളി പിടിച്ച് കയറി വരേണ്ടി വരും. ടയറൊക്കെ അള്ളി പിടിച്ച് കയറി വരുള്ളൂ. ഇറങ്ങിപ്പോവാണെങ്കിലും ഫസ്റ്റിലിട്ട് ഇറങ്ങാനും പറ്റുമോ. നല്ല വീഡിയോയിൽ ചിലപ്പോൾ തോന്നിക്കാത്തതാണ്. ഈ വിളവൊക്കെ നോക്കി, ഇതൊക്കെ പോന്നു കഴിഞ്ഞാൽ പോന്നതാ. നമ്മൾ പെട്ടെന്ന് താഴെ എത്താനുള്ളൊരു ഷോർട്ട് കട്ടാണ് ഗൈസ്. കണ്ട, ശരിക്കും വഴി അതാണ് ഗൈസ്. അങ്ങനെ നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഗൈസ്, ഇനിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതായത് നമ്മുടെ റൈഡിൽ നമ്മുടെ ചെക്കൻ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ വേറെ ഒന്നുമല്ല ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യണം. ഇനി നമുക്കൊരു 3 hours ഉണ്ട്. പക്ഷേ ഇനി ഇരുട്ടായി കഴിഞ്ഞാൽ വൈൻഡ് അപ്പ് വീഡിയോ കിട്ടത്തില്ല. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.